യെസ്, അതാണ് സായി കൃഷ്ണ. സായിയുടെ യൂട്യൂബിൽ സായി ഈ സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതെ. സിനിമ കണ്ട ശേഷം എത്രത്തോളം ഈ സിനിമ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണമായും സ്ത്രീവിരുദ്ധത മാത്രമല്ല, എന്തിനാണ് അത്രയധികം വയലൻസ് ആ സിനിമകളിൽ കൊണ്ടുവരുന്നത്? നേരത്തെ ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തുമൊക്കെ ഈ കസബ സിനിമയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും അത് തന്നെയായിരുന്നു. കാരണം അത് സിനിമയ്ക്കുള്ളിൽ മാത്രം നിൽക്കണമെന്നില്ല, അതിന് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഗീതു മോഹൻദാസിന്റെ ഈ ടോക്സിക് എന്ന സിനിമയും സമാനമായ രീതിയിൽ തന്നെ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കില്ലേ സായി? അത് അവര് ചിന്തിക്കേണ്ടതാണ്. അവര് ആശയം ഒന്ന് പറയും, ആമാശയത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആശയം മാറ്റിവെക്കും. അതാണ് സത്യത്തിൽ ഗീതു മോഹൻദാസിന്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പടം എടുത്തപ്പോ. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗീതു മോഹൻദാസിന്റെ ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതില് ഫസ്റ്റ് ഗീതു മോഹൻദാസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അവര് കഴിഞ്ഞ ദിവസം കൊച്ചിയിലോ തിരുവനന്തപുരത്ത് എങ്ങാണ്ട് പ്രൊമോഷൻ വന്ന സമയത്ത് അവർ പറഞ്ഞു സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ വന്നാലും ഉത്തരം പറയാൻ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതു മോഹൻദാസിനെ പോലെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ എതിർത്ത്, സിനിമയിലെ ഈ സ്ത്രീ ഒബ്ജക്ടിഫിക്കേഷനെ കുറിച്ച് എതിർത്ത് സംസാരിച്ച് ഒരു വ്യക്തി സ്വന്തം സിനിമയിൽ വരുമ്പോൾ നിലപാട് മാറ്റം, സ്വന്തം സിനിമ എടുത്തത് സ്വയം ഡയറക്ട് ചെയ്തതാണോ അതോ ഇത് ഗോസ്റ്റ് ഡയറക്ഷൻ ബൈ യഷ് ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം പറഞ്ഞു തരണം. കാരണം ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ഇവർ ആദ്യം പറഞ്ഞത് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരെ ഈ ബോളിവുഡ് ആക്ടേഴ്സിന് കേൾപ്പിച്ച സമയത്ത് ഇതേപോലെ ആയിരുന്നില്ല ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പലരും പറയുന്നുണ്ട് ഇപ്പൊ ഇൻസൈഡിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്ക്രിപ്റ്റ് എവിടുന്ന് മാറി? ഒരു ഗോസ്റ്റ് ഡയറക്ഷൻ യഷ് ചെയ്തോ? അപ്പൊ അതിന്റെ കാരണം കൊണ്ട് സ്വന്തം ആശയം മാറ്റിവെച്ച് ആമാശയത്തിലേക്ക് പോകുക എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ ഇത് ഡയറക്ഷൻ മൊത്തം യഷിന് കൊടുത്ത് ഇവർ മാറി ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു സിനിമ, അതായത് ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു റെമ്യൂണറേഷനിൽ മാത്രം സിനിമ ചെയ്തു തുടങ്ങിയ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരു സിനിമ പുറത്തിറക്കുക എന്നുള്ള ഒരു ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ആശയങ്ങൾ മാറ്റിവെച്ച് യഷിന് വേണ്ടി ഒരു സിനിമ അങ്ങോട്ട് ഡയറക്ട് ചെയ്ത് ആ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ പേര് മാത്രം വെക്കാൻ നിന്നു കൊടുത്തതാണോ എന്നൊക്കെ ഇത് ഗീതു മോഹൻദാസ് ഉത്തരം പറയണം. കാരണം ഇവര് കസബ ആ ടൈമിൽ സെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതി അതൊരു ചെറിയ കാര്യമല്ല. ഒരു ഇൻഡസ്ട്രിയെ മൊത്തം, അല്ലെങ്കിൽ ഒരു അത്രയും മാസീവ് ഫാൻ ബേസ് ഉള്ള ഒരു മമ്മൂട്ടിയെ പോലെ ഒരു ഫിഗറിനെ മൊത്തത്തിൽ അവർ ആ ഒരു സെയ്റ്റിലൂടെ ഇല്ലാതാക്കി കളഞ്ഞു കുറച്ചു കാലത്തിന്. അപ്പൊ അങ്ങനെ ഒരു ആശയം, സ്ട്രോങ് ആശയം സ്ത്രീകൾക്ക് വേണ്ടി വെച്ച ഒരാള് ഇത്രയും എന്താ പറയാ, ദിസ് ഈസ് എ ഗാങ്സ്റ്റർ മൂവി ത്രൂ എ ഫീമെയിൽ ഗേസ് എന്നാണ് ഇവർ പറഞ്ഞത്. ദിസ് ഈസ് എ ഗാങ്സ്റ്റർ മൂവി ത്രൂ എ ഫീമെയിൽ ഗേസ്. എന്താണ് ഫീമെയിൽ ഗേസ് എന്നുള്ളതിനൊരു ഉത്തരം ഗീതു മോഹൻദാസ് പറഞ്ഞു തരണം സത്യത്തിൽ. കാരണം നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ഫീമെയിൽ ഗേസിലൂടെ ഒരു പടം കാണുന്നു, ഒരു ഗാങ്സ്റ്റർ മൂവി. ഇതിൽ ഏത് ഫീമെയിലിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇവർ ഈ പടം എടുത്തത്? ഇവർ ഡയറക്ടറായ ഫീമെയിൽ ആയിട്ട് ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് പോലും അതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഒരു ക്യാരക്ടറിന് പോലും അവർ യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ അല്ലാതെ ഇതിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ അവർ യൂസ് ചെയ്തിട്ടില്ല. ഈ രായ എന്ന് പറഞ്ഞ കഥാപാത്രം ആ ഒരു പ്ലേ ബോയ് ഇമേജിൽ ആ കഥാപാത്രം പോകുമ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഒരു ഡെപ്ത് കൊടുക്കാൻ പറ്റേണ്ട അവർക്ക്, അതുപോലും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സിസ്റ്ററായ നയൻതാരയുടെ ക്യാരക്ടറിന് ഒരു ഇത്തിരി എവിടെയോ ഒരു ഷെയ്ഡ്. അതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ, ഗീതു മോഹൻദാസിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ ഏറ്റവും ഇരുണ്ടൊരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്നു. അതിൽ വയലൻസും ഈ രീതിയിലുള്ള ഒരു സെക്ഷലൈസേഷനും ഒക്കെ കടന്നു വരാം. പക്ഷെ അതൊരു സംവിധായികയുടെ സ്ത്രീവിരുദ്ധ നിലപാടായി എങ്ങനെ വിമർശിക്കാൻ കഴിയുമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് പുറത്തു വന്ന് പറയാൻ പാടില്ലായിരുന്നു. കസബയുടെ സമയത്ത് അവര് പാർവതിയോട് ഇരുന്ന് സെയ്ഡ് എന്ന് പറഞ്ഞ് പറയിപ്പിച്ചത് എന്താ? അപ്പൊ അന്ന് ആ സിനിമ എടുത്ത നിതിൻ രഞ്ജി പണിക്കർ, അദ്ദേഹത്തിന്റെ പേര് അതാണ് തോന്നുന്നു, ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിലല്ലേ അദ്ദേഹം പടം എടുക്കുന്നത്? അദ്ദേഹം എഴുതിയ റൈറ്റിംഗ് അല്ലേ? അപ്പൊ അദ്ദേഹം ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന് ആ പടം അങ്ങനെയാണ് തോന്നിയ സമയത്ത് അതിലെ കഥാപാത്രം, മമ്മൂക്ക ചെയ്ത കഥാപാത്രം പറഞ്ഞ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് ഇവരിത് പുറത്തെടുത്ത് കാണിച്ചല്ലോ. അപ്പൊ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കുമ്പോൾ ഇവർക്ക് അന്ന് ആ വ്യക്തിക്ക് ഇതേപോലത്തെ ഒരു റിലാക്സേഷൻ കൊടുക്കാൻ തോന്നിയില്ലേ? സ്വന്തം സിനിമ വരുന്ന സമയത്ത് ആ ആശയങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ലേ? സ്ത്രീ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഇവര് വന്നിരുന്ന് ഫീമെയിൽ കേസിലൂടെ ഒരു പടം പറയുന്നു എന്ന് പറയുമ്പോൾ ഗീതു മോഹൻദാസ് തന്നെ നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ ഗീതു മോഹൻദാസ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് തൻ്റെ രാഷ്ട്രീയത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു തൻ്റെ നിലപാടിനെ കുറിച്ച് വ്യക്തമായി തന്നെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെന്ന്. അതായത് ഈ സിനിമ എടുത്തപ്പോൾ ഇതിന് ശേഷം എന്തായാലും ഈ ഒരു കപടമുഖം, ഗീതു മോഹൻദാസിന്റെ കപടമുഖം അഴിഞ്ഞു വീഴുകയാണോ? സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇന്ത്യൻ ഫിലിം ഈ വേൾഡിൽ
ഇന്ത്യൻ മൂവിയിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം എടുത്ത ഒരു ഫീമെയിൽ ഡയറക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം അവർ കോംപ്രമൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നത് അതാണ്. അവർ പല സ്ഥലങ്ങളിലും, കാരണം ഈ പടം കുറെ വട്ടം റീഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു, ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി എന്ന് പറയുന്നു, ഈ പടം പലവട്ടം ഇതിന്റെ റിലീസ് മാറ്റി വെക്കുന്നു, ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എടുത്തതെന്ന് പറയുന്നു. ആൻഡ് ഈവൻ അവര് തന്നെ റീസെന്റ് ഞാനൊരു അവരുടെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് കണ്ടു. അവർ ഷൂട്ട് തുടങ്ങുന്നതോ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നതോ അവസാനിക്കുന്നതോ ഒരു സ്ക്രിപ്റ്റിന്റെ മുകളിലല്ല എന്ന് അവർ വിളിച്ചു പറയുന്നു. സോ അവർക്ക് ബേസിക്കലി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ യഷിനെ പോലെ ഒരു ജൈജാന്റിക് ഫിഗറിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഒരു ഗാങ്സ്റ്റർ പടം എടുത്തിട്ട് അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണലി ഫെയിം ആവാൻ വേണ്ടി അവരുടെ ആശയം മാറ്റി വെച്ച് കളിച്ചു. അതിനുപരി എനിക്കിതൊന്നും തോന്നുന്നില്ല അവർ ചെയ്തതിൽ. അവർ ഒരു നേരം പോലും, ഇപ്പൊ ഇതിൽ തബാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ആ സോങ് പിക്ചറൈസ് ചെയ്തത് അത് ഗീതു മോഹൻദാസ് അത് എങ്ങനെ പിക്ചറൈസ് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് വേറെ ആര് പിക്ചറൈസ് ചെയ്താലും ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. പക്ഷെ ഗീതു മോഹൻദാസ് ഇത്രയും ആശയം പറയുന്ന ഒരാള്, അതിൽ ആ സിനിമയ്ക്കകത്ത് തന്നെ കിയാര ചെയ്ത ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് തബാഹി എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഓരോ പോർഷൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. സോങ് ഓൾറെഡി ഔട്ടാണ്, അതിന്റെ വീഡിയോസ് പുറത്തുണ്ട്. ഇത് ഏത് ആശയത്തിന് മുകളിൽ അവരെടുത്തു? അത് ഒബ്ജക്ടിഫിക്കേഷൻ അല്ലേ? അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഡെപ്തിനനുസരിച്ചുള്ള ഒരു പാട്ടോ അതിന്റെ വിഷ്വലൈസേഷനോ ആണോ ആ വെച്ചത്? അപ്പൊ അത് യഷിന്റെ ഐഡിയ ആയിരുന്നു. ഇത് യഷ് ഗോസ്റ്റ് ഡിറക്ഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് യഷിന്റേതായിട്ടുള്ള ഒരു ഫിഗറാണ്. അത് അനിമൽ സിനിമ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞൊരു നടൻ, അത് ഇൻഡസ്ട്രി മൊത്തം ഇത് കുറെ ഗോസിപ്സ് വന്നതാണ്. അപ്പൊ ഈ ഒരു കോംപ്രമൈസിന് ഗീതു മോഹൻദാസ് എന്തിനു നിന്നു കൊടുത്തു എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം പറയേണ്ടത്. അവിടെയാണ് ഈ പറഞ്ഞ ആശയം ഗീതു മോഹൻദാസിന്റെ മാറിപ്പോയി എന്ന് പറഞ്ഞത്. തീർച്ചയായും ശ്രീ ശബരീഷ്, അതിന് മറുപടി വേണ്ടതല്ലേ? ഗീതു മോഹൻദാസ് ഇതുവരെയും ഈ വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല WCCയുടെ പ്രതിനിധികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതികരണം ആരാഞ്ഞു, ചർച്ചയിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ആരും സിനിമ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ന്യായവാദങ്ങളാണ് ഉയർത്തിയത്. ഇതൊരു പക്ഷേ ഗീതു മോഹൻദാസ് അല്ല, ഒരു പുരുഷ സംവിധായകനായിരുന്നു ഈ ചിത്രം ചെയ്തതെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആക്രമണത്തിന് ഇരയാകുമായിരുന്നു. മാത്രമല്ല ഇത് ഗീതു മോഹൻദാസും WCC പ്രതിനിധികൾ ഇപ്പോൾ പ്രതിരോധത്തിലായൊരു സാഹചര്യമുണ്ടോ? ശ്രീ സായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മുൻകാല അക്രമങ്ങൾ ആണ് വളരെ തീക്ഷ്ണമായിട്ട് തന്നെ പല സിനിമയിൽ നിന്ന് അടർത്തിയെടുത്ത് വിമർശിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനങ്ങളും ഇത്തരം ഒരു ചർച്ചയും തന്നെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതിനെക്കുറിച്ച് അവരെന്തെങ്കിലും ഇപ്പോ അത് മറ്റൊരു ഫിലിം മേക്കറോട് ചോദിച്ച ചോദ്യങ്ങൾ സ്വയം കേൾക്കേണ്ടി വരുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കുന്നതും ന്യായമല്ല. എത്രയും പെട്ടെന്ന് അതിനകത്ത് അനുസരിച്ച് പ്രതികരിക്കുകയും പിന്നെ മറ്റ് സംഘടനകളെ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും മിനിമം അവർക്ക് അത് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.